റൈറ്റ് സൈഡ് തുടരുകയാണ്. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള കോൺഗ്രസിലെ കടിപിടിയാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അനുവേട്ട, ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇതിൽ ആർക്കാണ് സാധ്യത? കാരണം ഇന്നിപ്പോൾ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം എംഎൽഎമാരും കെ സി വേണുഗോപാൽ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലില്ലാത്ത, കെ സി പ്രചരണത്തിലുണ്ടായിരുന്നു, എല്ലായിടത്തും ഓടി നടന്ന യോഗങ്ങളിൽ സംസാരിച്ചു എന്നൊക്കെ ഉള്ളതൊരു വസ്തുതയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി ഒരു പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഭൂരിപക്ഷം എംഎൽഎമാർ അതൊരു അസ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിൽ. ഗൗതമേ, തീർച്ചയായിട്ടും ഇതൊരു അസ്വാഭാവികമാണ്. കാരണം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിന് ശേഷം കോൺഗ്രസ് ഒരു 100 സീറ്റിന് മുകളിൽ ആദ്യമായിട്ടൊരു വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇതിനു മുമ്പ് 2001 63 സീറ്റ് കിട്ടുക. അതിനുശേഷമുള്ളൊരു വലിയ നേട്ടമാണ് കോൺഗ്രസ് കേരളത്തിൽ നേടുന്നത്. പക്ഷേ 63 സ്വതന്ത്രരോടുകൂടി 66 MLA ഏകദേശം കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താം. 63 പേര് കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാലും 3 സ്വതന്ത്രർ, അതായത് പി കുഞ്ഞികൃഷ്ണൻ, ജി സുധാകരനെ, ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ വിളവെടുത്ത് അവരെ വിത്തിറക്കിയ ഒരു സവിശേഷതയാണ്. കാരണം ഇതിനു മുമ്പ് പതിവില്ലാതെ, ഇതിനു മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് അല്ല 67 മുതൽ 95 വരെ കോൺഗ്രസിനൊരു പാർലമെൻ്ററി പാർട്ടി ലീഡർ ഉണ്ടായിരുന്നു, ലീഡർ കെ കരുണാകരൻ. അന്ന് കരുണാകരൻ എന്നൊരു വ്യക്തി മാത്രമാണ്, രണ്ടാമതൊരു ചോദ്യമില്ല, ആരാണ് മുഖ്യമന്ത്രി, ആരാണ് പ്രതിപക്ഷമാകുന്നൊരു ചോദ്യമില്ല. 70-ലാണെങ്കിലും 77-ലാണെങ്കിലും പിന്നെ 80-ആണെങ്കിലും 82-ആണെങ്കിലും 87-ആണെങ്കിലും 91-ആണെങ്കിലും ഒരു രണ്ടാമതൊരു ചോയ്സില്ല. കെ കരുണാകരൻ മുഖ്യമന്ത്രി അയച്ച കരുണാകരൻ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് കരുണാകരൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ. 95-ൽ കരുണാകരൻ മാറി ആന്റണി വരുന്നു. 96-ൽ പ്രതിപക്ഷ, അപ്പോൾ ആന്റണി കരുണാകരൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തനം മാറ്റുന്നു. 96-ൽ എ കെ ആന്റണി വരുന്നു. 2004 വീണ്ടും എ കെ ആന്റണി വരുന്നു. പിന്നെ ഉമ്മൻചാണ്ടി വരുന്നു. ഈ പ്രോസസ്സ് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഇതിനുശേഷം കഴിഞ്ഞ തവണയാണെങ്കിലും ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന രീതിയിലോട്ട് എന്ന 2 ഓപ്ഷൻ, ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല പിന്താങ്ങുന്നു. പക്ഷേ അത് ദൗർഭാഗ്യകരമായിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷമാകാൻ പറ്റിയില്ല. പകരം വി ഡി സതീശൻ വന്നു. ആ വി ഡി സതീശൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കെ സി വേണുഗോപാലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. വി ഡി സതീശൻ ഇതിനു മുമ്പ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വേണ്ടി കെ സി വേണുഗോപാലോട് മത്സരിച്ച് പിന്തള്ളപ്പെട്ടു വരലാണ്. അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ ആണെങ്കിലും പിന്തള്ളപ്പെട്ടു വരലാണ്. പിന്നീട് അദ്ദേഹം 1996-ൽ പറവൂർ മത്സരിച്ച് പി രാജുവിനോട് തോറ്റു. 2001-ൽ അദ്ദേഹത്തിന് സീറ്റ് ആദ്യം കിട്ടിയില്ല. അന്ന് ജി കാർത്തിയൻ ഇടപെട്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്നത്. പിന്നീട് 2006 അദ്ദേഹം ജയിച്ച് നല്ല നിയമസഭയിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. പക്ഷേ 2011-ൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും പലരും വിചാരിച്ചു വി ഡി സതീശൻ മന്ത്രിയാകുമെന്ന്. പക്ഷേ അന്ന് ചില സാമുദായിക പരങ്ങളും അല്ലാതൊക്കെ ചേർത്ത് വി ഡി സതീശൻ മന്ത്രിയായി. അന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പെരുന്നേലിരിക്കുന്നവർക്ക് പോലും അറിയില്ല വി ഡി സതീശൻ്റെ ജാതി ഏതെന്ന്. പിന്നീട് ആ വി ഡി സതീശൻ നമ്മൾ പലതും ചില സിനിമയിലൊക്കെ കാണുന്നല്ലോ, പലയിടത്തും ഒരു കുളക്കടവ് തോറ്റു, അങ്ങാടി തോറ്റു, മറ്റേ മൈതാനത്ത് തോറ്റു, പലയിടത്തും തോറ്റുപോയ ഒരാളാണ് വി ഡി സതീശൻ. ആ വി ഡി സതീശന് 2021-ൽ പല ആളുകളെയും വെട്ടാൻ വേണ്ടി, രമേശ് ചെന്നിത്തല വെട്ടാൻ വേണ്ടിയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രവും എന്ന് പറയുന്ന പോലെ വി ഡി സതീശനെ കെ സി വേണുഗോപാൽ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പ്രതിപക്ഷം അതിൻ്റെ ഷർട്ടൊക്കെ തയ്പ്പിച്ച് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നീട് അതിനുശേഷം കോൺഗ്രസ്സിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു. 2026-ൽ ഭരണം കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ഒരിടത്ത് രമേശ് ചെന്നിത്തല പാത്തും പതുങ്ങി നടക്കുന്നു, കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടെ പാഞ്ഞു നടക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആളുകൾ ഭരണവിരുദ്ധ വികാരം കൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിച്ചു. ആളുകൾക്കൊരു കൺഫ്യൂഷൻ, ആരാണ് ജയിക്കാൻ പോകുന്ന സംഭവം നടത്തില്ല. പക്ഷേ ഈ കെ സി വേണുഗോപാൽ ചെയ്ത തന്ത്രം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പെട്ടുപിടുത്തക്കാരും പുള്ളിയുടെ മുണ്ടിൻ്റെ കര പിടിച്ച് കൊടുക്കുന്നവരൊക്കെ പുള്ളി പിടിച്ച് സീറ്റ് കൊടുത്തു. അവരൊക്കെ MLA മാരായി. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതമൊക്കെ വലിയ ഘടകമാണ്. ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റ് മുതൽ ASS ജനറൽ സെക്രട്ടറി വരെ ആകാൻ വേണ്ടി ജാതി ഒരു ഘടകമാണ് കേരളത്തിൽ. ഇപ്പോൾ 2 എ കെ ആന്റണിയും വയലാർ രവിയും വേറൊരു വീട് വന്നതാ കൂടാകുമ്പോൾ വയലാർ രവി ആകത്തുള്ളൂ. കാരണം ജാതി സമവാക്യം വലിയ ഘടകമാണ് സംഭവം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കോൺഗ്രസ്സിൽ. ASS പ്രസിഡന്റ് ആകാൻ വേണ്ടി മാത്രം ജാതിയില്ല. ഒന്നിലത് മറ്റേ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്ഥിരം പോകുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ അടുപ്പക്കാരെ അവരെ ആക്കത്തുള്ളൂ. ഇതെല്ലാം ഒരു ജാതി ഒരു വലിയ ഘടകമാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനക്കാരത്തിൻ്റെ കാര്യത്തിലും ജാതിയല്ല, പക്ഷെ ചില ബാഹ്യശക്തികളാണ് ഇടപെടുന്നത് കാണാൻ പറ്റും. ഇപ്പം ലീഗിന് ഒരു കാര്യമില്ല അതിനകത്ത് കോൺഗ്രസ്സിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ വേണ്ടി. ഇവിടെ ലീഗ് തീരുമാനിക്കുന്നത്. കാരണം MLA എണ്ണം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 45-46 പേരെ പിന്തുണ കെ സി വേണുഗോപാലുണ്ട്. 48 പേര്. കാരണം ഇവർ MLA കെ സിയെ അനുകൂലിക്കാതിരിക്കാൻ പറ്റത്തില്ല. പുള്ളിയാണ് സീറ്റ് മേടിച്ചു കൊടുത്തത്. പക്ഷേ ഇത് ലീഗ് തീരുമാനിക്കുകയാണ്. അതിൽ പഴകുളം മധുവിൻ്റെ ഒരു റാന്നി MLA പറഞ്ഞത്,
മുഴുവൻ ദക്ഷിണേന്ത്യക്കും, കാരണം സ്റ്റാലിൻ പോയി, കർണാടകയിൽ അറിയാലോ അവിടെ തമ്മിത്തല്ലാണ്, അപ്പൊ മുഴുവൻ ദക്ഷിണേന്ത്യക്കും വേണ്ടി ശബ്ദിക്കുന്ന ഒരാൾ വേണം. അപ്പൊ ആരാണ്? KC. പക്ഷേ ഇത് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാലും VD സതീശൻ മുഖ്യമന്ത്രി ആയാലും ആരായാലും 5 കൊല്ലം തികയ്ക്കുമെന്ന കാര്യത്തിൽ 5 കൊല്ലം തികയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം 95-96 കാലത്ത് 2 മുഖ്യമന്ത്രിമാർ വന്ന പോലെ ഇപ്പോൾ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ VD സതീശൻ വെറുതെ ഇരിക്കത്തില്ല. VD സതീശൻ അല്ല വെറുതെ ഇരിക്കാത്ത ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 95 സംഭവിക്കുന്ന പോലെ ഒരു പുതിയ മുഖ്യമന്ത്രി വരാം. അല്ലെങ്കിൽ തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ KC വെറുതെ ഇരിക്കത്തില്ല. എങ്ങനെയാണെങ്കിലും ഒരു കർണാടകയോ ആന്ധ്രയോ മുൻകാലത്ത് കർണാടകത്തിലും ആന്ധ്രയിലൊക്കെ നടന്നുള്ള ചില നാടകീയ സംഭവ വികാസങ്ങൾ കേരളത്തിലും അരങ്ങേറിയേക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം.